എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹപ്പോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്ന് ഒരു ദിവസം ഞാൻ കാർട്ടൂൺ വരയ്ക്കുന്ന ആ രീതി അതിൻ്റെ തുടക്കം മുതൽ ഞാനൊന്ന് കാണിക്കുവാണ്. അപ്പം ഞാൻ ആദ്യം രാവിലെ പത്രം വന്നു കഴിഞ്ഞാൽ ഈ പത്രം വായിച്ചു പോകും. അപ്പം നമുക്ക് പറ്റുന്ന, അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള, നമുക്ക് വരയ്ക്കാൻ പറ്റുന്നു എന്ന് തോന്നുന്ന വാർത്തകൾ നമ്മളൊരു ബുക്കിലോട്ട് എഴുതി വെക്കും. എന്നിട്ട് ഈ പത്രത്തിൽ നമ്മളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തു, ഒന്ന് മാർക്ക് ചെയ്തു. പത്രത്തിൻ്റെ ആ പേജിൽ കൂടെ നമ്മളൊന്ന് ഓടിച്ച് നോക്കും. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നു എന്ന് തോന്നുന്ന വാർത്തകൾ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കും. ഇത് അങ്ങനെയാണ് അണ്ടർലൈൻ ചെയ്ത് വെച്ചതാണ് ഇത്. ഇത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തമാശ നമുക്ക് ഈ വാർത്തയിൽ തന്നെ വ്യക്തമാണ്. എന്തെന്നാണ് കേരളത്തിൻ്റെ വളർച്ച? ഇദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ വളർച്ചയുടെ പാതയിലാണ്. ഇദ്ദേഹം അധികാരത്തിലെത്തി അന്ന് തൊട്ട് പറയുന്നുണ്ട് വളർച്ചയുടെ പാതയിലാണ്. പക്ഷേ എങ്ങും എത്തിച്ചേർന്നിട്ടില്ല എന്ന് മാത്രം. അതുപോലത്തെ മറ്റൊരു വാർത്തയാണിത്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വേദന ഉണ്ടാക്കുന്നതെന്ന് ആർ ബിന്ദു. ഇവർ ഈ റാഗിങ്ങിന് അവർക്ക് യാതൊരു പങ്കുമില്ലെന്നും ഈ സംഭവത്തിനെ ന്യായീകരിക്കുന്ന മറ്റേ വാക്കുകളാണ് ഇവർ ചാനലുകൾ വന്നിരുന്ന് പറയുന്നത്. എന്നിട്ട് അവരിപ്പോൾ പറയുന്നത് വേദന ഉണ്ടാക്കുന്നു. ആർക്കാണ് വേദന ഉണ്ടാക്കുന്നത്? ആ ഇത് എഫക്റ്റ് ചെയ്ത പാവങ്ങൾക്കും അവരുടെ വീട്ടുകാർക്കും മാത്രമേ വേദന ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് യാതൊരു വേദനയില്ല. ഇത് മറ്റൊരു വാർത്തയാണ്. അങ്ങനെ നമ്മൾ ഈ പത്രം മൊത്തം നോക്കിയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വാർത്തകളാണ് നമ്മൾ എഴുതി വെക്കുന്നത്. അങ്ങനെ എഴുതി വെച്ച വാർത്തകളാണിത്. ചാലക്കുടയിൽ ഫെഡറൽ ബാങ്ക് കൊള്ള പട്ടാപ്പകൽ, 15 ലക്ഷം കവർന്നു, മോദിയുടെ US സന്ദർശനം, വയനാട് പുനരധിവാസ പദ്ധതികൾക്ക് 529 കോടി രൂപ വായ്പ ചിലവാക്കാൻ 45 ദിവസം മാത്രം, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ പാതയിൽ മുഖ്യമന്ത്രി, റാഗിങ്ങുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വേദന ഉണ്ടാക്കുന്നത് ബിന്ദു, TP ശ്രീനിവാസനെ തല്ലിയത് അസഭ്യം പറഞ്ഞതിന് ആർഷോ, അടിച്ചത് മഹാ അപരാധമല്ല, SFI മാപ്പ് പറയണമെന്ന് പറയേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ. അതിങ്ങനെ എഴുതി നമുക്കിപ്പോൾ കുറച്ച് ഈ വാർത്തകൾ നമുക്ക് ഒരു ചുരുക്കത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് മനസ്സിലിട്ടൊന്ന് പരുവപ്പെടുത്താൻ വളരെ ഉപകാരപ്രദമായിരിക്കും. അതുതന്നെയല്ല, നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴാണെങ്കിൽ ഈ ഇന്നത്തെ ഈ ചില വാർത്തകൾ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ വിവരം അറിയണമെങ്കിൽ നമുക്ക് ഈ പേജൊന്ന് മറിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് അതിനകത്ത് വിശദവിവരങ്ങളില്ലെങ്കിൽ ഈ ഡേറ്റ് ഉള്ളതുകൊണ്ട് ആ ദിവസത്തെ പത്രം ഒന്ന് തപ്പി നോക്കിയാലും മതി. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. എന്നിട്ടാണ് ഇത് എന്ത് വരയ്ക്കണമെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് റഫ് ഇടുന്ന പരിപാടിയിലേക്ക് കടക്കും. അപ്പോൾ ഇന്നത്തെ പത്രത്തിലെ മോഡിയുടെ US സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാർട്ടൂൺ ഇന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ എഴുതി വെച്ച വാർത്ത ഇതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു റഫിലോട്ട് കടക്കാം. അപ്പം നമ്മൾ അതിൻ്റെ ഒരു റഫിലോട്ട് കടക്കുകയാണ്. ഞാനൊരു ഏകദേശം റഫ് ഇട്ടിട്ടുണ്ട്. ഇത് മൊത്തം റഫ് ഇട്ട് കാണിക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് റഫ് ഇട്ടിട്ട് ആ റഫ് ഇങ്ങനെ കാണിക്കുക. ഈ മുടിയുടെ മുഖം വരയ്ക്കുന്നതിന് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ഇതിട്ടാൽ മതി. ഇങ്ങനെ ഒരു കോമൺ ഷേപ്പ് ഇട്ടാൽ മതി. ആ ഷേപ്പിൻ്റെ നടുക്കൂടെ ഒരു സെൻറ്റർ ലൈൻ നമ്മളിങ്ങനെ ഇട്ടു. ഇവിടെ നമ്മൾ കണ്ണാടിയുടെ ഒരു ലൈനും ഇട്ടു. ഇവിടെ ഇങ്ങനെ കണ്ണാടി വെച്ചു. അതിൻ്റെ മുകളിൽ കട്ടിപ്പുരിയുമാണ് അത് വെച്ചു. ചുണ്ടും കട്ടിച്ചുണ്ടാണ് അത് വെച്ച്. പല്ല് കടിച്ചു പിടിച്ചിരിക്കുകയാണ് രണ്ടുപേരും. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് ഇവിടെ വിമാനത്തിൽ കൊണ്ട് തള്ളിയതിനെതിരെ ഒരു വിവാദം നടക്കുന്നുണ്ട്. ആ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാർട്ടൂൺ എന്ന് പറയുന്നത്. ഒരു ചങ്ങലയുടെ 2 കണ്ണികളിലാണ് ഇവർ നിൽക്കുന്നത്. ഇവർ വലിയ വീരവാദമൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ നമ്മുടെ ഇന്ത്യക്കാരെ അവഹേളിച്ച പ്രശ്നത്തിന് ഒരു പരിഹാരം വന്നിട്ടില്ല. ട്രംപ് അതിന് മാപ്പ് പറഞ്ഞിട്ടുമില്ല, മോഡി അതിനെപ്പറ്റി ഇട്ട് ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഒരു ചങ്ങലയിലിട്ട് ബന്ധിപ്പിച്ചിട്ട് രണ്ടുപേരും 2 സൈഡിലോട്ട് വലിക്കുവാണ്.
പക്ഷേ എന്നാലും ഇവർ പറയുന്നത് സഹകരണം, സമഗ്ര സഹകരണ പദ്ധതി എന്നാണ് പറയുന്നത്. എന്താണ് സഹകരണം എന്ന് അറിയാമില്ല. യുദ്ധവിമാനങ്ങളൊക്കെ നൽകുമെന്നൊക്കെ പറയുന്നുണ്ട്. അമേരിക്കയ്ക്ക് എപ്പോഴാണെങ്കിലും ഈ യുദ്ധസാമഗ്രികൾ വിൽക്കുന്നതിനാണല്ലോ താല്പര്യം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവം. നമ്മൾ ഈ വേണ്ടാത്ത ഇത് മായ്ച്ച് കളയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ കൂടുതൽ വ്യക്തമാകും. ഈ അകത്തുള്ള ഈ ചങ്ങലയുടെ ഇതൊന്നും നമുക്ക് വേണ്ട, ബോഡിയുടെ അകത്തുള്ള. ഇത് അതുപോലെ തന്നെ ഈ ബോഡിയുടെ അകത്തുള്ള ഭാഗങ്ങൾ നമുക്ക് വേണ്ട. അപ്പോൾ രണ്ടുപേരും ഈ സഹകരണം പറയുന്നുണ്ടെങ്കിലും രണ്ടുപേരും ഈ ചങ്ങലയുടെ രണ്ട് കണ്ണികളും പിടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് നമുക്ക് കടക്കാം. സാങ്കേതിക വിദ്യയുടെ ഒരു അഭാവം കാരണം നമ്മൾ ഈ ചെറിയ ന്യൂനതകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ ഞാൻ സംസാരിക്കുന്നതും ഈ വരയ്ക്കുന്നത് ചിലപ്പോൾ ഔട്ടായി പോകുന്നുണ്ട് കാണാതെ. അത് നമ്മുടെ ഈ സ്റ്റാൻഡൊന്നും അത്ര ശരിയല്ല, ഈ ക്യാമറ വെച്ചിരിക്കുന്നത്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ലഘു സംവിധാനമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ചില സമയത്ത് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ പേപ്പർ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടാണ് ആ കയ്യുടെ ഒരു അവസ്ഥ പറഞ്ഞത്. ഇത് കണ്ടില്ല, മറ്റേ ചങ്ങലയിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണ് ആ കൈ. ആ മുറുക്കി പിടിക്കുന്നതിൻ്റെ ആ ഒരു ഇത് നമ്മളതിനകത്ത് കാണിക്കണം. ഇപ്പോൾ ഇവിടെ രണ്ട് ലൈൻ വരച്ചാലും കുഴപ്പമില്ല, ആ ഞരമ്പുകളിങ്ങനെ പിടച്ച് നിൽക്കുന്ന. ഇവിടെ അപ്പുറത്തെ കൈ കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് അതിൻ്റെ തള്ളവിരൽ മാത്രം കാണിച്ചാൽ മതി. ഇവിടെ നിന്ന് നമുക്ക് ഈ ചങ്ങല കാണിക്കാം. നമ്മൾ കാലിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇവിടെ ഇങ്ങനെ ഈ റൗണ്ട് കണക്ക് ഇതിൻ്റെ മേൽഭാഗം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാലിൻ്റെ ആ ഉരുളുമ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ട് ഈ കാലിൻ്റെ ഉരുളിമ ഉണ്ട്, ഇതിങ്ങനെ കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ കാലിൻ്റെ ആ വോളിയം കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഇങ്ങോട്ട് വലിക്കുകയാണ്. അപ്പം നമ്മുടെ കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. സഹകരണ ചങ്ങല എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. വാർത്ത ഇതാണ്: മോഡി ട്രംപ് കൂടിക്കാഴ്ച സമഗ്ര സഹകരണത്തിന് പദ്ധതി. ഇപ്പോൾ സഹകരണത്തിന് പദ്ധതിയൊക്കെ ഇട്ടെങ്കിൽ ഈ ചങ്ങലയ്ക്കകത്ത് നിന്നാണ് ഇവർ സംസാരിക്കുന്നത്. ഈ ആഴ്ചത്തെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ പറയുന്ന കാർട്ടൂണിസ്റ്റ് ഹക്കു.